ഏതായാലും അവിടെ ഒരു മണ്ഡപമൊക്കെ കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് പോയി നോക്കട്ടെ. സീ വ്യൂ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, പുതുച്ചേരി സ്കിൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. എല്ലാം പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, അവിടെ ഒന്നുമില്ല, സംഭവങ്ങളൊന്നുമില്ല. വൈൻ ഷോപ്പാണ് കേട്ടോ, നമുക്ക് വൈൻ ഷോപ്പുകളാണ് കേട്ടോ. ഇത് പുതുച്ചേരി സർവീസ്. അതുകൊണ്ടാണ് അവരെല്ലാവരും കൈ കാണിക്കുന്നു. കൂടെ എന്നെയും കൈ കാണിച്ചെന്നേ ഉള്ളൂ. പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്തെല്ലാം വൈൻ ഷോപ്പുകൾ. ഇതിലും വൈൻ ഷോപ്പ്, ഓരോ ഉറവ് തിരിയുമ്പോഴും ഒരു വൈൻ ഷോപ്പാണ്. അപ്പോഴത്തേ അവിടെ കുറച്ച് മഞ്ഞ പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങുകളുണ്ട്. അവിടെ ഇവിടെയൊക്കെ കണ്ട് മഞ്ഞ പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങും. പക്ഷേ അതാവണം ഫ്രഞ്ച് കോളനി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫയർ സ്റ്റേഷൻ കോംപ്ലക്സ് ഡേ പുതുച്ചേരി എന്നാണ് ഫ്രഞ്ചിൽ പറയുന്നത്. ഇത് കാണാൻ തോന്നുന്നു ഈ ഫ്രഞ്ച് ഏരിയ കണ്ടിട്ട്. വൈൻ ഷോപ്പ്സേ ഉള്ളൂ കേട്ടോ, വലിയ സംഭവമായിട്ട് മൊത്തം വൈൻ ഷോപ്പുകളാണ്. ഹോട്ടൽസാണ് വൈൻ ഷോപ്പ്സ്. പിന്നെ ടീ ഷോപ്പ്, ലസ്സി ഷോപ്പ്, ഇങ്ങനെ ഷോപ്പുകൾ കുട്ടികളെ ഉദ്ദേശിച്ചുള്ള ഈ സെറ്റപ്പാണ് മൊത്തം. മൂന്നാണ് മൂന്ന് പടം. വന്ന ഡബിൾ ക്രോസിംഗ് ആണ് എല്ലാം മൂന്നാണ് പോകാൻ പറ്റിയത്. ഇതിൻ്റെ എല്ലാം ഈ ഒരു 4 വഴികൾക്കിടയിലാണ്. നമ്മുടെ നാട്ടിലും ഇഷ്ടം പോലെ ഈ എന്നതാ അമ്പഴമല്ലല്ലോ, ഞാവൽ ഇഷ്ടം പോലെയുണ്ട്. പുതുച്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ക്രോസിംഗ് ആണ് കേട്ടോ, റെയിൽ ക്രോസിംഗ്. ഞാൻ അതുവഴിയാണ് പോയത്, ഇപ്പോൾ ഇതുവഴിയാണ് വരുന്നത്. ഒരു സൈഡിലൂടെ പോയി ഇതുവഴി തിരിച്ചു വന്ന്. ഞാനും പിന്നെയും ബാബും കൂടെ തേക്കടി കാണാൻ പോയി. അപ്പോൾ വൈകിട്ട് പോണ്ടിച്ചേരി ബസ്, തമിഴ്നാട് ബസ്, പോണ്ടിച്ചേരി ബസ് അവിടെ വന്ന്. അപ്പോൾ നമുക്കൊരു ആഗ്രഹം, പോണ്ടിച്ചേരിക്ക് പോയാലോ ഉള്ളൂ. കാശെണ്ണി നോക്കിയപ്പോൾ കാശില്ലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് പോണ്ടിച്ചേരി നമ്മുടെ ഈ ഗാന്ധി പ്രതിമ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര സംഭവമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് വെറും കള്ളടി കഞ്ചാവടി ഏരിയ ആണിത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിലും നല്ലതാണ് മാഹിയിൽ പോയത് കേട്ടോ. മാഹിയിലെ ആ ഓൾഡ് സ്ട്രീറ്റിൽ കൂടെ പോവുകയാണെങ്കിൽ ഇതിലും നല്ലതാണ്. തിരക്കില്ല, ഒന്നുമില്ല, വളരെ കൂളായിട്ട് മാഹിയിൽ കൂടെ പോകാം. ഈ പുള്ളി എങ്ങോട്ടാണെന്ന് പുള്ളി കൺഫ്യൂസ് അടിച്ച് നിൽക്കുകയാണ്. പുള്ളിയുടെ കൺഫ്യൂഷൻ മാറുമ്പോൾ ഞാൻ പതിയെ അങ്ങ് പോവാം. ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്, ലോക്കൽ ഫിഷ് മാർക്കറ്റാണ് പുതുച്ചേരി പോലീസ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഹാച്ചറിയിലാണ്. മുട്ടയെടുത്ത് കൾച്ചർ ചെയ്ത് കുഞ്ഞുങ്ങളാക്കുന്ന ഒരു ഹാച്ചറിയുടെ സമീപത്താണ് നമ്മളുള്ളത്. നമ്മുടെ മലപ്പുറത്തുള്ള ഒരു ഇക്കയാണ് വഴിയിൽ വെച്ച് കണ്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെയാണ് ഈ സ്ഥാപനം. അപ്പോൾ ഇതാണ് ആ സ്ഥാപനത്തിൻ്റെ മതിൽക്കെട്ട്. ഞങ്ങൾ കടപ്പുറത്തോട്ട് ഇങ്ങോട്ട് വന്നതാണ്. മനോഹരമായ തമിഴ്നാടിൻ്റെ കടൽത്തീരമാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, വള്ളങ്ങളൊക്കെ വന്ന് അടുക്കുന്നു. മീൻപിടുത്തത്തിന് പോയ ചെറിയ വള്ളങ്ങളാണ്. അപ്പോൾ കുഞ്ഞിനെയായിട്ട് ഞാനിങ്ങോട്ട് വന്നതാണ്. ഇത് മത്സ്യബന്ധനക്കാരുടെ വീടുകളും ഹാച്ചറികളൊക്കെയാണ്. ഇങ്ങോട്ട് വരാൻ അവിടെ ഓടിക്കളിയാണ് ഈ നടക്കുന്നത്. ഇങ്ങോട്ട് വാ. ആണ്ട് ട്രാക്ടർ വരുന്നു. വള്ളം കയറ്റുന്ന ട്രാക്ടർ വന്നു. ഇങ്ങോട്ട് വാ. പൈപ്പൊക്കെ ഇറക്കിയിട്ടിരിക്കുന്ന ഈ കമ്പുകളൊക്കെ ഇറക്കി വെച്ച് പൈപ്പ് ഇറക്കിയിട്ടിരിക്കുന്നത് അവിടെ കൾച്ചർ ചെയ്യാനുള്ള ആൽഗെ കടലിനുള്ളിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയാണ്. ഇതുണ്ട്, ഇവിടെയൊക്കെ പൈപ്പുകൾ ഇറക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇത് ഓരോ കമ്പനികളുടെ പൈപ്പുകളാണ്. അവിടുന്ന് പമ്പ് ചെയ്ത് വെള്ളം മുകളിലോട്ട് എടുത്തിട്ട് അതിലാണ് ആൽഗെ സൃഷ്ടിക്കുന്നത്. ഈ കടലിനുള്ളിലെ ആൽഗയാണ് ആദ്യമായിട്ട് ഈ മുട്ട വിരിഞ്ഞ് വരുന്ന ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നത്. അവളെ കുളിപ്പിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് അവൾ അങ്ങോട്ട് ഓടുന്നത്. അയ്യപ്പാ, ഫാക്ടറിക്കകത്ത് ഒരു ക്ലീനിങ് ഒക്കെയാണ്. വലിയ ടാങ്കുകളിൽ കൾച്ചറിങ്ങിനുള്ള മുട്ടകൾ കൊണ്ടുവരാനുള്ള സമയമായി. അതുകൊണ്ട് ടാങ്കുകളെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയമാണ്. ഇവരെല്ലാം ഒഡീഷക്കാരാണ് കേട്ടോ. വിളിക്കുന്നു ചെല്ല്, അണ്ട് വിളിക്കുന്നു ചെല്ല്. ഇവരെല്ലാം കുഞ്ഞിനെയായിട്ട് നടക്കുകയാണ്. പൈപ്പുകൾ ക്ലീനിങ് കാര്യങ്ങളെല്ലാം അടുത്ത ബാച്ചിനെ ഇടാനുള്ള സമയമായി. മുട്ടകൾ വിരിയിക്കാനുള്ള സമയമായി. അതുകൊണ്ട് അടുത്ത ബാച്ചിനെ ഇടാനുള്ള ക്ലീനിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവരിവിടെ കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്. അവർക്ക് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു. കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോകാനൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ റിയാസിക്ക പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കുഞ്ഞുങ്ങളുടെ പാക്കിങ് ആരംഭിക്കുകയാണ്. അപ്പോൾ അത് കണ്ടല്ലോ, കുഞ്ഞുങ്ങളാണ്. അവയെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരെ പാക്ക് ചെയ്ത് വലിയ വലിയ ഫാമുകളിലേക്ക് ആൾക്കാർ എടുക്കാൻ വന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ചെമ്മീൻ്റെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ. ഇത് എത്ര നാളായത്? 20 ദിവസം പ്രായമുള്ള ആളുകളാണ്. ചെമ്മീൻ്റെ പാക്കിങ് ആരംഭിക്കുകയാണ്. വലിയ ടാങ്കിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ചെമ്മീനുകളെ അവിടുന്ന് എടുത്ത് പാക്ക് ചെയ്യാനുള്ള പരിപാടികളാണ് നടക്കുന്നത്. ഇവിടുന്ന് സൈസ് നോക്കിയാണ് എടുക്കുന്നത്.
മണ്ണിങ്ങനെ അടിക്കണം. ഇതിൽ എത്ര എണ്ണം വേണം? ഇത് 2000. 2000 എണ്ണം ഒരു സ്പൂൺ. ഒരു സ്പൂണിൽ 2000 കുഞ്ഞുങ്ങൾ കാണും. അതാണ് അതിൻ്റെ സൈസ്. എയർ അടിക്കാൻ പോവാണ്. എയർ അടിച്ച് കറക്കി എടുത്ത് അതിനെ പാക്ക് ചെയ്യുക. ഒന്നാമത്തെ കൂടുതൽ എയർ അടിച്ച് വന്നിട്ടുണ്ട്. വെള്ളത്തിലായതുകൊണ്ട് തെറ്റിച്ചങ്ങ് ഇട്ടാൽ മതി. പ്രകൃതിയായിട്ട് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഇപ്പം എണ്ണം പിടിക്കാനിരിക്കുന്നുണ്ട്. ഇതെന്ത നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് മുതലാളിയുടെ മുഖം കാണിക്കുന്നത്. മുതലാളി ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് അല്ലേക്ക? കുഞ്ഞുങ്ങളെ അടുത്ത സെക്ഷൻ ആൾക്കാരെ എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു സെക്ഷൻ 2 സെക്ഷൻ കഴിഞ്ഞു. 2000 കുഞ്ഞുങ്ങൾ വെച്ച് ഓരോ കൂടിലും കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പെട്ടെന്ന് തന്നെ സാധനം കയറി പോകേണ്ടതുകൊണ്ടാണ്. അതായത് അവരെ കൂട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം വരെയാണ് ആ എയർ അടിച്ച് കയറ്റിയതിൻ്റെ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരു ദിവസം വരെ അതിൽ ഒരു കുഴപ്പമില്ലാതിരിക്കും. കാരണം ആൽഗ വെള്ളത്തിലാണ് അവരെ കയറ്റി വിട്ടിരിക്കുന്നത്. വലിയ ടാങ്കിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് അവരെ സെറ്റ് ചെയ്ത് എയറേഷൻ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഈ കളർ വന്നിരിക്കുന്നത് അത് ആൽഗ അവർക്കുള്ള തീറ്റ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഐസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ്. വെയിലടിക്കുന്നതുകൊണ്ട് തണുപ്പിക്കാൻ വേണ്ടി വെള്ളം അടിച്ചു കൊടുക്കുകയാണ്. തകൃതിയായിട്ട് നടക്കുകയാണ്. ആയിട്ടില്ല. ഇവിടുന്ന് ഓക്സിജൻ കയറ്റി വിട്ടാണ് നടച്ചുകൊണ്ടിരിക്കുന്നത്.
ചെമ്മീൻ കുഞ്ഞുങ്ങളുടെ എയർ കയറ്റിയ ബാഗുകൾ നേരെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വലിയ ഫാമിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ടാങ്കുകളിലാണ് കുഞ്ഞുങ്ങളുടെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ അവയെ സൂക്ഷിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആൽഗ കൊടുത്ത് ആദ്യം വളർത്തും. അത് കഴിഞ്ഞ് കുറേശ്ശെ അവിടെ മെയിൻ റൂമുണ്ട്, ആൽഗ ക്രിയേറ്റ് ചെയ്യുന്ന റൂമുണ്ട്. ആ റൂമിൽ നിന്നും ആൽഗ ക്രിയേറ്റ് ചെയ്ത ശേഷം ആ കാണുന്ന വെളിച്ചം ആ ഭാഗത്താണ്. അവിടുന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സീഡിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അതായത് ചെമ്മീൻ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് പതിയെ ആ വെള്ളത്തിൻ്റെ അളവ് പിടിച്ച മീനുകളെയൊക്കെ പാക്ക് ചെയ്യുന്നതും അവിടുന്ന് എയറേഷൻ നടത്തി അത് വണ്ടിയിൽ കയറ്റി പോകുന്നതുമായുള്ള കാര്യങ്ങൾ നമുക്ക് പോയി കാണാം. അപ്പോൾ ഇന്ന് ഏകദേശം 650 ബാഗ്, അതായത് 2000 കുഞ്ഞുങ്ങൾ വെച്ചുള്ള 650 ബാഗാണ് ഇന്ന് പോകുന്നത്. ഇത് കടലിന് തൊട്ട് സമീപത്താണ് കേട്ടോ. ആ നീല ഗേറ്റ് കാണുന്നതിന് അപ്പുറം കടലാണ്. ആ ഷീറ്റ് വെച്ചിരിക്കുന്നതിന് തൊട്ടപ്പുറം കടലാണ് കേട്ടോ. വളരെ മനോഹരമായ കടലാണ്. ഞാൻ രാവിലെ അതിലേക്ക് പോയായിരുന്നു കുഞ്ഞിനെയായിട്ട്. അതുകൊണ്ട് ഇവിടെ മുഴുവൻ ഈ ഇതിൻ്റെ എയറേഷനും കാര്യങ്ങളെല്ലാം നടക്കുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ ബൈക്കുകളെല്ലാം ഇതെല്ലാം ഇൻലെറ്റും ഔട്ട്ലെറ്റുമായിട്ടുള്ള സംഭവങ്ങളാണ്. കംപ്രസറുകളൊക്കെ വർക്ക് ചെയ്ത് ഫിൽറ്ററുകളൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. നിറയെ ഫിൽറ്ററുകളാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സെറ്റിങ് വരുന്നത്. ഇതെല്ലാം ഫിൽറ്ററുകളാണ്. ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി എല്ലാം ഊരി വെച്ചിരിക്കുകയാണ്. ആ ക്ലീനിങ് കഴിഞ്ഞ് ഉടനെ തന്നെ മുട്ട കൊണ്ടുവന്ന് ചെമ്മീൻ്റെ മുട്ടകൾ ഇവിടെ കൊണ്ടുവന്ന് അതിനെ ഇത് കൾച്ചർ ചെയ്ത് കുഞ്ഞുങ്ങളാക്കി എടുക്കുന്ന ഒരു രീതിയാണ്. വലിയ മുതൽ മുടക്കുള്ള വലിയ ടെൻഷനുകളുള്ള ഒരു ജോലി തന്നെയാണിത്. പക്ഷേ അത് അത്രയും ടെൻഷൻ എടുക്കുന്നതിനുള്ള പ്രതിഫലം മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് കിട്ടാറുള്ളൂ. അതാണ് അതിൻ്റെ മെയിൻ കേസ്. അപ്പോൾ ഇവിടെ ഒരുത്തനെ കാണിക്കാം. ഇതാണ് ഇവിടുത്തെ കണ്ണൻ. ഇവൻ്റെ അമ്മ ഇവനെ ഇവിടെ പ്രസവിച്ചിട്ടിട്ട് പോയതാണ്. അനാഥനാണ്. പക്ഷേ ഇപ്പോൾ അവൻ വെടിക്കെട്ട് സനാഥനാണ്. ഇവൻ കുഞ്ഞിയുടെ കൂടിയൊക്കെ കളിച്ച് നടക്കുമായിരുന്നു ഇത്ര നാളോ. കുഞ്ഞിക്ക് ഉമ്മയൊക്കെ കൊടുക്കും. ഇപ്പം പുല്ല് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് തിന്നാത് ഇട്ടേ. റബ്ബർ ബാൻഡാണോ തിന്നുന്നത്? ഇത് കണ്ടോ, കണ്ണൻ ഭയങ്കര സ്നേഹമാണ്. കണ്ണൻ പുല്ല് തിന്നുവാണോ? ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഇവൻ ഈ പ്രദേശത്തെ പുല്ല് മുഴുവൻ തിന്ന് തീർത്ത് ഇവൻ അവിടെ വന്ന് കിടക്കും. ആ സമയത്ത് ഒരാൾ നമ്മുടെ പെണ്ണിനെയായിട്ട് വന്നിരിക്കുന്നു. കുഞ്ഞിപ്പെണ്ണേ വാ പാഞ്ഞു വരുന്നുണ്ടോ? കണ്ണാപ്പി കുഞ്ഞു വന്ന് കണ്ണാപ്പിയോട് കളിച്ചു. കണ്ണാപ്പി ആണ്ട് കണ്ണനും കുഞ്ഞിയും കൂടി കളിയാണ്. 2 ദിവസമായി കണ്ണനും കുഞ്ഞിയും കൂടി കളി തുടങ്ങിയിട്ട്. അവിടെ പട്ടിയില്ലേ? അവിടെ ഉണ്ടോ അവന്മാർ? കറുത്തവൻ അവിടെ ഉണ്ടോ? നോക്കണേ. വാ കുഞ്ഞി. കണ്ണാ നിങ്ങളെ കണ്ടത് കണ്ണൻ തേണ്ട് നിങ്ങളുടെ കൂടെ വന്ന്. അതെ കണ്ണൻ്റെ കൂടെ പോ. കണ്ണ കുഞ്ഞി കണ്ണാ വാ. മീൻ കയറ്റിയ വണ്ടി നമ്മൾ കാണിച്ചായിരുന്നല്ലോ. മീൻ കയറ്റിയ വണ്ടി പോവുകയാണ്. മീൻ കുഞ്ഞുങ്ങളെയായിട്ട് അവരുടെ ഫീൽഡിലോട്ട് പോവുകയാണ്. അവരുടെ ചെമ്മീൻ കെട്ടിലോട്ട്. നമ്മൾ ലോഡ് ചെയ്യാനൊക്കെ കൂടിയായിരുന്നു കേട്ടോ. ആൾ കുറവായിരുന്നുകൊണ്ട് ലോഡ് ചെയ്യാനൊക്കെ കൂടിയായിരുന്നു. ഒരു ഫുള്ള് ഏകദേശം 650 ബാഗ് കയറ്റിയിട്ടാണ് ഈ വണ്ടി പോകുന്നത്. അവരുടെ ചെമ്മീൻ കെട്ടിലോട്ട് കുഞ്ഞുങ്ങളെയായിട്ട് പോവുകയാണ്. ഇനി അതുങ്ങളെ അവിടെ കൊണ്ടുപോയി ചെറിയ ഏരിയയിൽ ആദ്യമേ ഫീഡ് കൊടുത്ത് വളർത്തി പിന്നീട് വലിയ ഏരിയയിലോട്ട് തുറന്നു വിടും. അതാണ് ഇവിടുത്തെ രീതി. ഇതാണ് കമ്പനിയുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ. വലിയ അവിടെ ലേബേഴ്സിന് താമസിക്കാനുള്ള 10 പേർക്ക് താമസിക്കാനുള്ള റൂമും കാര്യങ്ങളുമാണ്. പക്ഷേ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫെസിലിറ്റിയാണ് ഇവിടെ ഇവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണ്
കിച്ചണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ എല്ലാ തൊഴിലാളികൾക്കും ഇവിടെ ഫുഡ് കൊടുത്തുകൊണ്ടാണ് അവരെ ജോലിക്ക് ഇത് അവർക്ക് കൃത്യസമയം എന്നല്ല ഒരു ഫുഡിങ്ങിൻ്റെ സമയം. കാരണം ചിലപ്പോൾ 1:30 ആവും, ചിലപ്പോൾ 2 മണിയാവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ അതുപോലത്തെ ജോലികളാണ്. ചിലപ്പോൾ രാത്രിയിൽ ഇനിയിപ്പം സീഡ് എല്ലാം വന്നു കഴിയുമ്പം എഗ്ഗെല്ലാം വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് രാത്രിയിലൊക്കെ ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ അതിനിടയ്ക്ക് അവർക്ക് റെസ്റ്റും ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അവർക്ക് ഉറങ്ങാനുള്ള സമയം ഇടയ്ക്കെല്ലാം കിട്ടും. അപ്പോൾ കുഞ്ഞിയും ഞാനും 2 ദിവസമായിട്ട് ഇവിടെയുണ്ട്. വഴിയിൽ വെച്ച് ഇക്കാനെ പരിചയപ്പെട്ടതാണ്. ഇക്കായെ പരിചയപ്പെട്ട കാരണം തന്നെ നമ്മുടെ പെറ്റ് സ്റ്റേഷനിലെ സാബിർക്കായുടെയും പിന്നെ മറ്റ് പലരുടെയും, അതായത് അരുൺ സ്മോക്കി അങ്ങനെ തുടങ്ങിയ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നമ്മുടെ കുഞ്ഞി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ല എന്നെ കണ്ടിട്ടോ എൻ്റെ മുഖം കണ്ടിട്ടോ ഒന്നുമല്ല. കുഞ്ഞിയുടെ ആ ഒരു സ്മാർട്ടായിട്ടുള്ള പെരുമാറ്റം എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആനയും കുതിരയും ഒട്ടകവും മറ്റ് കിളികളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതാണ്. മലപ്പുറത്താണ് വീട്. അദ്ദേഹത്തിന് ഇവിടെയും വീടുണ്ട്. ഇവിടെയും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ളയാളാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ ഇവിടെ കാര്യമായിട്ട് സ്വീകരിക്കുകയും ഇപ്പോൾ 2 ദിവസമായിട്ട് ഫുഡൊക്കെ ഇവരുടെ മെസ്സിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഇതുപോലൊരാൾ നമ്മുടെ വഴിയിൽ നിന്ന് ഇവിടെ പണി നടക്കുന്ന സ്ഥലമാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത്. പണി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് പെട്രോൾ പമ്പുകൾ കിട്ടില്ല. കാരണം മിക്കവാറും എല്ലാ പെട്രോൾ പമ്പുകളും പണ്ട് വഴിയോട് ചേർന്നായിരുന്നുകൊണ്ട് അതെല്ലാം പൊളിച്ച് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഇവിടുന്ന് ഒരു 28 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഒരു പെട്രോൾ പമ്പ് കണ്ടതാണ്. അതിനുശേഷം ഞാൻ എവിടെ കിടക്കുമെന്നുള്ള ചിന്തയിൽ വരുമ്പോൾ റോഡിൻ്റെ പണി തീർന്നു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ ടെൻ്റടിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം എന്നെ പെട്ടെന്ന് കണ്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ പോയ ആൾ തിരിച്ചു വന്ന് എന്നോട് സംസാരിക്കുകയും എൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുകയും. അപ്പം ഞാൻ ജസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ ഒന്ന് കിടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇന്നൊന്ന് അക്കോമഡേഷൻ തരാമോ എന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്നെ എത്ര ദിവസം വേണമെങ്കിലും നിങ്ങളിവിടെ വന്ന് കിടന്നു എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നിവിടെ ഞാനിവിടെ തന്നതാണ്. കാരണം ഇന്ന് പാക്കിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നിന്നതാണ്. ഇന്നലെ പാക്കിങ് ഉണ്ടായിരുന്നെങ്കിലും അത് ഒരുപാട് വണ്ടികൾ വന്നത് ഒരു സാവകാശമില്ലാത്ത ജോലികളായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഇവിടെ ഒരു 3-4 വണ്ടികളുണ്ടായിരുന്നു. ഒരു വണ്ടി വണ്ടി കയറാൻ വേണ്ടി റെഡിയായിട്ട്. കാരണം അത് ഒരുപാട് ദൂരെ നിന്ന് വന്ന ആളുകളുമായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ധൃതി വെച്ചിരുന്നുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും ഡിസ്റ്റർബ് ചെയ്യാനും നിന്നില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് അവസാനത്തെ ലോഡാണ് കയറിയത്. ഇപ്പോൾ ഇനി ആ ടാങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ. അത് ഇവിടെ അടുത്ത ആർക്കോ കൊടുക്കാൻ വേണ്ടി നാളെ ഉണ്ട്. അത് ചെറിയ ചെറിയ ഫാമുകൾ ഇവിടെയുണ്ട്. അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഈ കുഞ്ഞുങ്ങളെ എല്ലാം ഇറക്കി കൊടുക്കേണ്ട ഒരു ചുമതലയുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കുത്തിയിരുന്ന് കോരി ഇട്ട് കൊടുക്കണം, പിന്നെ എയറടിച്ച് പാക്ക് ചെയ്ത് ലോഡ് ചെയ്യണം. നല്ല പണിയാണ് കേട്ടോ. ഈ പണിയല്ല, ഇതുങ്ങളെ റെഡിയാക്കി എടുക്കുന്ന, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ റെഡിയാക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ പണി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലുള്ള മനുഷ്യൻ ക്ഷീണിതനായിട്ട് വന്നിരിക്കുന്നതാണല്ലോ. ഇന്നലെ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇന്നലെ ക്ഷീണിച്ച് അവശനായി ഒരു പരുവത്തിലും അല്ലാത്ത രീതിയിലാണ് വന്നിരുന്നത്. കാരണം ഇന്നലെ 3 വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു വണ്ടി വന്നപ്പോൾ തന്നെ മടുത്ത്. ആണാ ശരി.